أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിമീങ്ങളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 74ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നന്നായി ഓതാനും പഠിക്കാനും അതൊക്കെ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാവാനും അങ്ങനെ അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടാനും ഈ മഹത്തായ സംരംഭം കാരണമാക്കി തീർക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ വിശുദ്ധ റജബ് ഈ വർഷത്തേത് നമ്മോട് യാത്ര പറഞ്ഞു. ശഅബാനിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ദിവസം, ഈ വെള്ളിയാഴ്ച, ബറാഅത്ത് രാവാണ്. ബറാഅത്ത് രാവിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആനിൽ ഫീഹ യുഫ്റഖു കുല്ലു അംരിൻ ഹക്കീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ അത്രയും മഹത്വമേറിയ രാവാണ്. 5 രാവുകളിലെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ ഒന്ന് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇന്നത്തെ രാവാണ്. ശഅബാൻ 15ൻ്റെ രാവ്. അതുകൊണ്ട് ഈ രാവിൻ്റെ മഹത്വവും പുണ്യവും ശരിക്കും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കുക, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ ദിവസത്തെ ബഹുമാനിച്ച് കൈകാര്യം ചെയ്താൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും അതുവഴി നമുക്ക് നൽകും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ബറാഅത്ത് രാവിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം ബറാഅത്ത് രാവിലെ യാസീൻ സൂറത്തിൻ്റെ പാരായണത്തെക്കുറിച്ച്, അതുപോലെ മറ്റു ധാരാളം അദ്കാറുകൾ, സലാത്തുകൾ ഈ രാവിനെ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വിശ്വാസികളെല്ലാവരും നല്ല രൂപത്തിൽ ഈ ദിവസത്തെ ബഹുമാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ബഹുമാനിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, അക്ഷരങ്ങളുടെ മഖ്റജുകളെക്കുറിച്ചുള്ള പഠനം നമ്മൾ കൃത്യമായി ഇതാ തുടങ്ങി. ഇന്നത്തെ ക്ലാസ്സിലും അക്ഷരങ്ങളുടെ മഖ്റജുകൾ, അതിൻ്റെ പിക്ചറുകൾ കാണിച്ച് തന്നുകൊണ്ട് തന്നെയാണ് ക്ലാസ് ഉള്ളത്. പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, 2 ക്ലാസ് കൂടെ കഴിഞ്ഞാൽ റമദാൻ വന്നു ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ റമദാനിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മൾ ഈ 2ാമത്തെ ബാച്ച് തുടങ്ങി വെച്ചത്. ഇപ്പോൾ സൂറത്തുൽ അഅറാഫ് അടുത്ത ക്ലാസ്സോടുകൂടി തീരുകയാണ്. പ്രിയപ്പെട്ടവരോട് വിനീതമായി പറയാനുള്ളത്, റമദാനിൽ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവാറുണ്ടല്ലോ. ഈ റമദാനിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അരമണിക്കൂർ സമയം എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ക്ലാസ്സുകൾ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണ്ട് ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും, നിങ്ങളങ്ങനെ ചെയ്യുന്നവരാണ്, നിങ്ങളോട് പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ടതില്ല. പക്ഷേ എല്ലാവരും 1 or 2 ആളുകളെ ചുരുങ്ങിയത് ഈ വിഷയം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്
ഇത് ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ഈ റമദാനിൽ ആയിരക്കണക്കായ ആളുകളോടൊപ്പം ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കൃത്യമായി കേട്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സംവിധാനമുണ്ട്. തദ്രീബ് എന്നാണ് അതിൻ്റെ പേര്. അത് ഇങ്ങനെയൊക്കെയാണ് ഈ കോഴ്സും ഈ ക്ലാസ്സിൻ്റെയും അവസ്ഥ. ഇത് പറഞ്ഞ് ഇത് മുഴുവനായി പൂർത്തിയാക്കാനൊന്നും സമയം കിട്ടാത്തവരാണെങ്കിൽ, സമയം കിട്ടണം, അഥവാ കിട്ടാത്ത തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ ഈ റമദാനിലെ 30 ദിവസവും നിങ്ങൾ അരമണിക്കൂർ സമയം അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമാകുന്ന ഖുർആൻ കേൾക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സമയം കണ്ടെത്തണം. ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് റമദാനിൽ ഒരു അരമണിക്കൂർ സമയം ഞങ്ങൾ ഖുർആൻ ഓതാറുണ്ടല്ലോ, ഞങ്ങൾ എല്ലാ ദിവസവും ഒരു ജുസ് ഓതാറുണ്ടല്ലോ എന്നൊക്കെ അവർ പറയും. ഓക്കെ, നിങ്ങൾ ഓതിക്കോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അരമണിക്കൂർ നിങ്ങൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി, എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്, അതിൽ അക്ഷരങ്ങൾ എങ്ങനെ പറയണം, അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് കേൾക്കുക. ഇങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയും പോലെ നിങ്ങളുടെ വീട്ടിലുള്ള ഈ ക്ലാസ് കേൾക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ സഹോദരങ്ങളിലൊക്കെയുള്ള ആളുകളെ, സഹോദരിമാരും സഹോദരങ്ങളെ സഹോദരന്മാരുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഈ റമദാനിലെ ഒരു 30 ക്ലാസ്സുകളിൽ നമ്മൾ അവരെ കൂടി ഭാഗവാക്കാക്കിയാൽ തീർച്ചയായും അവരെല്ലാ റമദാനിലും, നോക്കണേ, എല്ലാ റമദാനിലും അരമണിക്കൂർ സമയം ഖുർആനിൻ്റെ മുന്നിലിരിക്കുന്ന, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന, ഇത് പങ്കെടുക്കുന്ന ഈ സമയത്തിൻ്റെ ഒരു പ്രതിഫലം എത്രയാണ് അവർക്ക് കിട്ടുക? അതേപോലത്തെ നമുക്കും കിട്ടൂലേ? അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ശ്രമം ഈ റമദാനിലെ 30 ദിവസം ക്ലാസ്സുകൾ കേൾക്കാൻ 1, 2, 3 എത്രയാണോ കഴിയുക അത്രയും ആളുകളെ ഈ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ അടുപ്പിക്കണം. എന്നിട്ട് അവർക്കൊന്ന് പറഞ്ഞു, അരമണിക്കൂറല്ലേ സുഹൃത്തേ ഉള്ളത്, അതുകൊണ്ട് അതൊന്ന് കേട്ടൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ ഈ ഖുർആനിൻ്റെ ക്ലാസ്സിലേക്ക് ആകർഷിപ്പിക്കണം. അതിനുശേഷം അവർ വേണമെങ്കിൽ തുടർന്നാൽ മതി. അവരൊക്കെ ഓതുമ്പോഴേ നമ്മളൊക്കെ ഖുർആൻ ഓതിയപ്പോൾ എത്ര തെറ്റുകളുണ്ടായിരുന്നു, അക്ഷരങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിക്കാൻ പലപ്പോഴും പലരും തുടങ്ങിയത് തദ്രീബിൽ വന്നതുകൊണ്ടാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് എന്തു വേണം, നിങ്ങളെല്ലാവരും, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല, എല്ലാവരും ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് എല്ലാവരും ചുരുങ്ങിയത് ഒരു 2 or 3 ആളുകളെ റമദാനിലെ തദ്രീബ് ക്ലാസ്, പറഞ്ഞ ഇതാണ് ചുരുക്കം, റമദാനിലെ തദ്രീബ് ക്ലാസ് മുഴുവനായി കേൾപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ റമദാൻ കഴിയുമ്പോഴേക്ക് ഈ വിഷയത്തിലൊരു താല്പര്യം കൂടിക്കഴിഞ്ഞാൽ, അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി അവർ കേൾക്കട്ടെ, കാണട്ടെ. ഇല്ലെങ്കിൽ റമദാനിൽ അവർ ഈ വിശുദ്ധമായ മജ്ലിസിലിരുന്ന പ്രതിഫലം അവർക്കും കിട്ടും, കാരണക്കാരായ നമുക്കും കിട്ടുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അക്ഷരങ്ങളുടെ മഖ്റജ്, അല്ലേ? മഖ്റജുകളെ കുറിച്ചാണ്. ഹർഫിൻ്റെ മഖ്റജ് തന്നെയാണ് ആദ്യത്തേത്, അവകൾ പഠിച്ചാൽ ഈസിയാവിനുള്ളത്. ഖാലൽ ഇലാഹു വറത്തിലിൽ ഖുർആന തർത്തീലൻ എന്നാ റബ്ബ് തന്ന ബയാന. റത്തിലിൽ ഖുർആന തർത്തീല ജവ്വിദുഹു തജ്വീദ, അല്ലേ? അതിലെന്താ ഒന്നാമത്തത്? അക്ഷരങ്ങളുടെ മഖ്റജ്. ആ മഖ്റജിൽ നമ്മൾ 6 അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെ? ഹൽഖിൻ്റെ താഴെ അറ്റമ ആഹക്ക്, അവിടുന്ന് സ്വൽപ്പം മധ്യമ ഹക്ക്, തൊണ്ടയുടെ മേലെ അറ്റമിൽ നിന്നാണ്, ഖാഉം വഗൈനും ഖാരിജാണെന്നാണ്. അത് നമ്മൾ പിക്ചറൊക്കെ കണ്ട്, അല്ലേ, നമ്മൾ പഠിച്ചു. ഇനി നോക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 അക്ഷരങ്ങളുടെ മഖ്റജ്, ഏതാണത്? ഖാഫും കാഫും, അല്ലേ? നാവിൻ്റെ മുരടും മേലെയുള്ള അണ്ണാക്കും, ഖാഫാണ് സ്വൽപ്പം താഴെ കാഫിന് ആക്കും, അല്ലേ? നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും. ഓക്കെ, ഖാഫ് കാഫ്. ഇന്ന് നമ്മൾ പറയുന്നത് 3 അക്ഷരങ്ങളുടെ മഖ്റജുകളാണ്. 3 അക്ഷരങ്ങളുടെ മഖ്റജാണ്. ഇതിലേറ്റവും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അതിലൊന്നാമത്തെ നോക്കി, ജീം എന്നതാണ്. ജീം ജീം ജീം. മറ്റത് ഷീൻ 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 അഷ്. മറ്റത് യാ ഐ ഐ ഐ ഐ ഐ യാ ആണ്. അപ്പോൾ അജ് അജ് അജ്, ജീം അഷ് അഷ് അഷ്, ഷീൻ ഐ ഐ ഐ ഐ ഐ
യാ. 3 അക്ഷരങ്ങളുടെ മഖ്റജാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നാവിൻ്റെ മദ്യം, നാവിൻ്റെ മദ്യം മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തി ആണ് ഈ 3 അക്ഷരങ്ങൾ ഉണ്ടാവേണ്ടത്. ജീം പറയുമ്പോൾ അജ് അജ്, നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് പ്രസ്സായിട്ട് അജ് 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 അജ്. മസ്ജിദ് പറഞ്ഞു നോക്കിയേ, മസ്ജിദ്. ഉസ്ജുദു ഫസജദ സജദ വഹാജ് ജ് ജ്. അവിടെ ശ്രദ്ധിക്കേണ്ടതേ വഹാജ് മസ്ജിദ് ചിത് ചിത്. പല ആളുകൾക്കും ജീമിനുണ്ടാകുന്നൊരു പ്രശ്നം ചീമാകുന്നു എന്നുള്ളതാണ് അല്ലേ. ജീമ് ചീമാകുന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലേ. നമ്മൾ നേരത്തെ പാടി 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 പറഞ്ഞിട്ടുണ്ടത് മസ്ജിദ് ഫസ്ജുദ് പറയരുതേ അതു ചീമാണെന്നും ഓർക്കേണേ അല്ലേ. അപ്പോൾ മസ്ജിദ് നമ്മൾ പ്രയോഗം നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഈ അക്ഷരത്തിൻ്റെ മഖ്റജ് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറയാണ്. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, ഇങ്ങനെ ചിത് ഉസ്ജുദുൽ ആദമ, അങ്ങനെ ചീമിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ കാറ്റതിൽ വരാൻ പാടില്ല. ഹംസ് എന്ന വിശേഷണം ജീമിനില്ല. അതുകൊണ്ട് മസ്ജിദ് അല്ല മസ്ജിദ്, മസ്ജിദ്. ഉസ്ജുദു ജ, നാവിൻ്റെ മദ്യം മേലെ അണ്ണാക്കിലേക്ക്. അതിൻ്റെ പിക്ചർ നോക്കി അല്ലേ. ഇനി ഷീൻ ആണ്. ഷീൻ, ഷീൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ മദ്യം തന്നെ മേലെ അണ്ണാക്കിലേക്ക്, പക്ഷെ ടച്ച് ആവില്ല, ചെറിയൊരു സ്പേസ് ഉണ്ടാവും അവിടെ. അപ്പം അതിലൂടെയാണ് ഈ ശബ്ദവും കാറ്റും ഇങ്ങനെ പരക്കുന്ന വരുന്നത്. അഷ് 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 അല്ലേ. അഷ് മലയാളത്തിലെ ഒരക്ഷരത്തിനോടും തുല്യ ശബ്ദം ഇല്ല, മീൻസ് അതേപോലെ അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പുരുഷൻ എന്ന് പറയുന്ന ഷ ഉണ്ടല്ലോ, കൃഷിയുടെ അല്ലേ, മഷിയുടെ, ആ ഷ അല്ല. പിന്നെയോ പശയുടെ, ദിശയുടെ, ദേശത്തിൻ്റെ ആ ഷയാണ് ഒന്നുകൂടെ അടുപ്പമുള്ളത്. ഓക്കെ. പുരുഷൻ, കൃഷി എന്ന് പറയുമ്പോൾ ആ കാറ്റ് പരന്നു വരില്ല, അതിനെ ബ്ലോക്ക് ചെയ്യും. അഷ് കൃഷി ഷി ഷി അല്ലേ. നേരെ മറിച്ച് പശ ശ പശ. നാവും അണ്ണാക്കും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ. അതേപോലെ തന്നെയാണ് യാഇനും, അത്ര തന്നെ അങ്ങോട്ട് അടുക്കാതെ. ഐ ഐ പറഞ്ഞു നോക്കി. ശ ശ ശ ശ ശ ശ ശ ജ ജ ജ ജ ജ ജ ജ. ഇനി ആ 3ൻ്റെയും മഖ്റജ് ഒരുമിച്ച് നോക്കി. നാവിൻ്റെ മദ്യം മേലെ അണ്ണാക്കിൽ തട്ടിയിട്ടും തട്ടാതെയും നിൽക്കുന്ന ആ ഒരു രൂപം അല്ലേ, കാണുന്നില്ലേ അല്ലേ. നോക്കി. നാവിൻ്റെ മദ്യം മേലെയുള്ള അണ്ണാക്ക് ജയ്ഷിൻ്റെ മഖ്റജതാണതെന്നും ഓർക്ക്. നാവിൻ്റെ മദ്യം മേലെയുള്ള അണ്ണാക്ക്, ഇതാണ് ജയ്ഷിൻ്റെ മഖ്റജ്. ജയ്ഷ് എന്ന് പറയുന്നത് ജീം യാ ഷാ എന്ന്. ജീം യാ ഷീൻ 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 കേട്ടോ. നാവിൻ്റെ മദ്യം മേലെയുള്ള അണ്ണാക്ക് ജയ്ഷിൻ്റെ മഖ്റജതാണതെന്നും ഓർക്ക് അല്ലേ. അപ്പോൾ ഹംസ ഹ ഹ ഐൻ ഖ ഖൈൻ പറഞ്ഞു, ഖാഫ് കാഫ് പറഞ്ഞു, ജീം പറഞ്ഞു, ഷീൻ പറഞ്ഞു, യാ പറഞ്ഞു അല്ലേ. ഇവിടെ എത്തി. ഇപ്പം ഇത്രയും മഖ്റജ് നമ്മൾ കണ്ടു, കേട്ടു, പഠിച്ചു. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇൻഷാ അള്ളാഹ് ആ മഖ്റജ് അനുസരിച്ച് തന്നെയാണോ എൻ്റെ ഖിറാഅത്ത് എന്ന് പരിശോധിക്കാനുള്ള അവസാനം ഉണ്ടാവും കേട്ടോ. ഇൻഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമുക്കിനി ബാക്കി ഓതാം. സൂറത്തുൽ അഅറാഫ് 179 ആയത്ത് മുതൽ ഇൻഷാ അള്ളാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد ذرأنا لجهنم كثيرا من الجن والإنس
ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون وممن خلقنا أمة يهدون بالحق وبه يعدلون والذين كذبوا بآياتنا سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أولم يتفكروا ما بصاحبهم من جنة إن هو إلا نذير مبين. Okay. ولقد ذرأنا لجهنم كثيرا من الجن والإنس ولقد ذرأنا لجهنم كثيرا من الجن والإنس كثيرا من الجن والإنس لهم قلوب لا يفقهون بها. എന്താ പറഞ്ഞേ? ജഹന്നമിലേക്ക്, നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ആളുകളെ പടച്ചു വിട്ടിട്ടുണ്ട്. ലഹും ഖുലൂബുൻ, അവർ ഹൃദയവും മനസ്സും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, എന്തിനാണോ ഖൽബ് തന്നത്, ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, അതവർ ആ വഴിക്കല്ല ഉപയോഗിക്കുന്നത്. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണെന്തിനാണോ തന്നത് ആ രൂപത്തിലല്ല, അതിനു വേണ്ടിയല്ല അവർ ഉപയോഗിക്കുന്നത്. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതെന്തിനാണോ തന്നത് അതിനല്ല അവർ ഉപയോഗിക്കുന്നത്. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, അവർ അൻആമുകളെ പോലെയാണെന്ന്. അൻആം നാൽക്കാലികളെ പോലെ, മാത്രമല്ല അതിനേക്കാൾ മോശമാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കണ്ണും കാതും ഖൽബുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തിനാണോ നൽകിയത് അത് അതേ രൂപത്തിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആ ആയത്ത് ഒന്നുകൂടെ ഓതാ നോക്കി. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ولله الأسماء الحسنى فادعوه بها ولله الأسماء الحسنى. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അസ്മാഉൽ ഹുസ്ന ഉണ്ട് അല്ലേ? 99 പ്രത്യേക പേരുകൾ, അതിൻ്റെ പേരാണ് അസ്മാഉൽ ഹുസ്ന. ഫദ്ഉഹു ബിഹാ, അത് ചൊല്ലൂ, ദുആ ചെയ്യൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ദുആയിരുന്നോളൂ ഉത്തരം കിട്ടും. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. ഓക്കേ, സയുജ്സൗന മാ കാനൂ യഅമലൂൻ. وممن خلقنا أمة يهدون بالحق وبه يعدلون
وممن خلقنا أمة يهدون بالحق وبه يعدلون والذين كذبوا بآياتنا سنستدرجهم من حيث لا يعلمون. ഓക്കെ, സനസ്തദ്രിജുഹും ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. وأملي لهم إن كيدي متين وأملي لهم കേട്ടോ, إن كيدي متين أولم يتفكروا. അവിടെ നിർത്തുമ്പോഴേ അവലം യതഫക്കറു, ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, അവലം യതഫക്കറു, ഈ യാന് ഫത്ഹായിട്ടൊക്കെ തുടങ്ങുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവലം യതഫക്കർ ആവാൻ പാടില്ല എന്ന്. മറ്റൊന്ന് യതഫക്കറു എന്ന് റാഇന് ദമ്മും അല്പം നീട്ടിയും നിർത്തുമ്പോൾ അവിടെ ഹാ വരാൻ പാടില്ല. അവലം യതഫക്കറു, ഹാ വരാതെ ആവണം. മാ ബിസാഹിബിഹിം മിൻ ജിന്നഹ്, മാ ബിസാഹിബിഹിം മിൻ ജിന്നഹ് ഇൻ ഹുവ ഇല്ലാ നദീറും മുബീൻ, ഇൻ ഹുവ ഇല്ലാ നദീറും മുബീൻ. ഇനി أولم ينظروا في ملكوت السماوات والأرض وما خلق الله من شيء وأن عسى أن يكون قد اقترب أجلهم فبأي حديث بعده يؤمنون. من يضلل الله فلا هادي له ويذرهم في طغيانهم يعمهون. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. أولم ينظروا في ملكوت السماوات والأرض وما خلق الله من شيء وأن عسى أن يكون قد اقترب أجلهم. ഇവിടെ അവലം യൻദുറു, യൻദുറു എന്ന് പറയുമ്പോൾ സാക്കിനായ നൂനിന് ശേഷം ള വന്നതുകൊണ്ട് ആ നൂനിനെയും തഫ്ഖീം ചെയ്തുകൊണ്ട് തന്നെ യൻദുറു, അതോടൊപ്പം യാ എന്നതിനെ എ ആയിട്ട് അവലം യൻദുറു ആവാതെ തന്നെ അവലം യൻദുറു ഫീ മലകൂതിസ് സമാവാതി വൽ അർദ്, സ്പീഡിലാകുമ്പോൾ മലകൂതിസ് സമാവാതി വൽ അർദ് എന്ന് ലർദ് ആവാതെയും ശ്രദ്ധിക്കുക. വമാ ഖലഖല്ലാഹു മിൻ ശൈഇൻ വഅൻ അസാ അൻ യകൂന ഖദ് ഇഖ്തറബ അജലുഹും, أن يكون قد اقترب أجلهم فبأي حديث بعده يؤمنون. من يضلل الله فلا هادي له من يضلل الله, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ലാമ് നഷ്ടപ്പെടും. മൻ യുദ്ലില്ലാഹു ആവരുത്. من يضلل الله فلا هادي له ويذرهم في طغيانهم يعمهون. يسألونك عن الساعة أيان مرساها. يسألونك നേരത്തെ പറഞ്ഞതുപോലെ ഫത്ഹുള്ള യാ കൊണ്ട് ഇബ്തിദാ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ
യസ്അലൂനക, യാന്റെ മഖ്റജിൽ നിന്ന് നമ്മളിപ്പോൾ പഠിച്ചു, നാവിൻ്റെ നടുഭാഗം മേലെ അണ്ണാക്കിലേക്ക്. അപ്പോൾ യ എന്ന് തന്നെ ആവണം. ഇല്ലാതെ യസ്അലൂനക എന്ന് പറയുമ്പോൾ എ ആവും ഹംസയുടെ മഖ്റജിൽ നിന്ന്. യസ്അലൂനക യസ്അലൂനോ യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി لا يجليها لوقتها إلا هو لا يجليها لوقتها إلا هو ثقلت في السماوات والأرض ثقلت في السماوات والأرض لا تأتيكم إلا بغتة സാധാരണ ഏതക്ഷരങ്ങൾക്ക് തൻവീൻ ഫത്ഹ് വന്നാലും ശേഷം അലിഫിനെ എഴുതും. ഹംസയ്ക്ക് തൻവീൻ ഫത്ഹ് വന്നാൽ തൊട്ടു മുമ്പ് അലിഫ് ഉണ്ടെങ്കിൽ ശേഷം എഴുതില്ല. അതാണ് നമ്മൾ മാഅൻ സമാഅൻ പഠിച്ചത്. എന്നാൽ ഹാത്താവും അങ്ങനെ തന്നെയാണ്. ഹാത്ത എന്ന് നോക്കിയേ, ഇല്ല ബഗ്തതൻ എന്നാണുള്ളത്. ഇവിടെ താഇന് തൻവീൻ ഫത്ഹ് ശേഷം അലിഫില്ല. ഈ രണ്ടക്ഷരങ്ങൾക്ക് മാത്രമാണ് അങ്ങനെ ഉണ്ടാവുക. യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹാ യസ്അലൂനക കഅന്നക നോക്കിയേ, യസ്അലൂനക പിന്നെ കഅന്നക രണ്ട് കാഫ് വേണേ. യസ്അലൂനക കഅന്നക ഹഫിയുൻ, ഖഫിയ ആവാൻ പാടില്ല, പുള്ളിയില്ല. ഹഫിയുൻ അൻഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്. അവിടെ നിർത്തുമ്പോഴേ ശരിക്കും ശ്രദ്ധിച്ച് ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ് വിത്ത് ഹ അങ്ങനെ തന്നെ വഖഫാവണം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. قل لا أملك لنفسي نفعا ولا ضرا إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون. قل لا أملك لنفسي نفعا ولا ضرا إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت. ശരിക്കും നോക്കണേ, ലസ്തക്സർതു ലാമിന് ശേഷം ഹംസത്തുൽ വസ്ലാണ്. ലഅസ്തക്സർതു ഓതുന്നവരുണ്ട്, ഓതരുത്. ലസ്തക്സർതു കാഫിന് ഹംസ് നഷ്ടപ്പെടരുത്. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയസ്സൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. إن أنا إلا نذير وبشير لقوم يؤمنون. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون.
أيشركون ما لا يخلق شيئا وهم يخلقون ولا يستطيعون لهم نصرا ولا أنفسهم ينصرون وإن تدعوهم إلى الهدى لا يتبعوكم سواء عليكم أدعوتموهم أم أنتم صامتون هو الذي خلقكم خلق خ استعلاء لام استفال قا استعلاء خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت ഹാൻ്റെ തൊട്ടുടനെ മഖ്റജ് അല്പം മുകളിൽ കയറിയ ഹ, പിന്നെ ഹംലൻ ഖഫീഫൻ, സ്വാഭാവികമായി എന്താവും? തഗശ്ശാഹ ഹമലത് എന്ന് രണ്ടും ഹ ആവും. ഇല്ലെങ്കിൽ തഗശ്ശാഹ ഹമലത്, ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും. ഫലമ്മാ തഗശ്ശാഹ ഹമലത് ഹംലൻ ഖഫീഫ ഫമറത് ബിഹി ഫലമ്മാ എന്നൊക്കെ ഫലമ്മാ അസ്ഖലത് ത ആണ്. പിന്നെ ദഅവല്ലാഹ ത സാക്കിനാണ്, തൊട്ടു അടുത്ത് ദാലാണ്. മഖ്റജ് സെയിമാണ്, തഉം ദാലും അങ്ങനെ ഒരേ മഖ്റജാവുകയും സിഫത്തുകളിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുന്ന അക്ഷരങ്ങൾ ആദ്യം സാക്കിനും രണ്ടാമത്തത് മുതഹരിക്കുമാണെങ്കിൽ ഇദ്ഗാം വുജൂബാണ്. അപ്പോൾ നോക്കിയേ, അസ്ഖലത്ത് ദഅവ എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും അസ്ഖലത്ത് ദഅവ എന്നാണ് എഴുതിയിട്ടുള്ളെങ്കിലും ഓതേണ്ടത് ഇങ്ങനെയാണ്, അസ്ഖലദ്ദഅവ ഫലമ്മാ അസ്ഖലദ്ദഅവല്ലാഹ. ആ താഇൻ്റെ ഉച്ചാരണം ഒട്ടും ഉണ്ടാവില്ല, ചില ആളുകൾ തെറ്റിച്ച് ഫലമ്മാ അസ്ഖലത് അങ്ങനെയൊക്കെ ഓതാറുണ്ട്, കേൾക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫലമ്മാ അസ്ഖലദ്ദഅവല്ലാഹ റബ്ബഹുമാ ലഇൻ ആതൈതനാ സാലിഹ ലനകൂനന്ന മിനശ്ശാകിരീൻ. فلما آتاهما صالحا جعلا له شركاء فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله. ഇവിടെ ശരിക്കും നോക്കിയേ, തആല എന്ന താഇന് ശദ്ദില്ല, തആല എന്ന താഇന് ശദ്ദില്ല. അതെവിടെയും അങ്ങനെ തന്നെയാണ്, താഇന് ശദ്ദ് വരികയില്ല. പക്ഷെ നമ്മുടെ പലപ്പോഴുള്ള പ്രയോഗത്തിൽ താഇന് ശദ്ദോടുകൂടി അല്ലാഹു തആല എന്ന് താഇന് ശദ്ദോടുകൂടിയാണ് വരിക. അപ്പോൾ അവിടെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, താഇന് ശദ്ദു വരിക എന്നുള്ളത്. ശദ്ദു വരാനുള്ള കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, മുമ്പൊരു സാക്കിനായ ത പിന്നെ മുതഹരിക്കായ ത വരണം, അല്ലെങ്കിൽ അലിഫ്ലാം വരണം, അല്ലേ? അർ റഹ്മാനി എന്നുള്ളിടത്ത് റാഇന് ശദ്ദു വരാനുള്ള കാരണം അൽ റഹ്മാനി എന്ന അലിഫ്ലാമാണല്ലോ. അങ്ങനെയൊക്കെ കാരണങ്ങൾ ഇവിടെ കണ്ടെത്തേണ്ടി വരും. കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അപകടമാണ്. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ മാത്രമേ പറയാവൂ. നമ്മൾ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെയൊക്കെ ദുആ ചെയ്ത അവസാനം അല്ലാഹു തആല എന്ന് താഇന് ശദ്ദോടുകൂടി തന്നെ ഉച്ചരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഫതആലല്ലാഹു എന്ന് തന്നെ പറയാവൂ. അമ്മാ യുശ്രികൂൻ അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅ വഹും യുഖ്ലഖൂൻ വലാ യസ്തതീഊന. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിലേ വലാ എന്ന ആയിട്ട് വലാ യസ്തതീഊന യസ്തതി ആവും, രണ്ടും ആവും, ശ്രദ്ധിക്കണം. വലാ യസ്തതീഊന ലഹും നസ്റ സാദാണ്, അതേ മഖ്റജിൽ നിന്ന് തന്നെയാണ് സീന് വരുന്നത്. നസ്ർ
പരുന്താണ്, നസ്ർ സഹായമാണ്. ലാ യസ്തതിഊന വലാ യസ്തതിഊന ലഹും നസ്റൻ വലാ അൻഫുസഹും യൻസുറൂൻ വഇൻ തദ്ഊഹും എന്നുണ്ട് ഇലൽ ഹുദാ ലാ യത്തബിഊകും സവാഉൻ അലൈക്കും അദഅൗതുമൂഹും ഒന്ന് പറഞ്ഞു നോക്കിയേ. അദഅൗതുമൂഹും, അദഅവതുമൂഹും അല്ല, അദഅൗതുമൂഹും. നേരത്തെ വത്തബഅ ഹവാഹു പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കെലിമത്തുകളൊക്കെ ധാരാളം തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലിയർ ആക്കണം. അം അൻതും സാമിതൂൻ സദഖല്ലാഹുൽ അദീം وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മകളൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാം ഖുർആൻ നന്നായി അതിൻ്റെ തജ്വീദോടുകൂടി ധാരാളം ഓതാനും പഠിക്കാനും അത് പഠിപ്പിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വരാനിരിക്കുന്ന റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ശഅബാനിൽ ശുദ്ധ ഖുർആനിൻ്റെ ഈ മജ്ലിസിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിരിക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ റമദാനിൽ 10 ആളുകൾ എന്ന രൂപത്തിൽ തന്നെയെങ്കിലും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് വിശുദ്ധ റമദാനിൻ്റെ 30 ദിനരാത്രങ്ങളിലും ഏറ്റവും വലിയ ഒരു ഖൈറിന് നമ്മളൊരു അവസരമൊരുക്കി അള്ളാഹു സുബ്ഹാനഹു വതആലാൻ്റെ കലാമിനെ ആദരിക്കുന്നവരിൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തണം. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. റബ്ബന تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة